महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव ലൗകിക ജീവിതം പരിപൂർണമായും ലൗകികമായി ജീവിതം നയിച്ചിരുന്ന വാൽമീകി എന്ന മഹാബുദ്ധിമാനായ യുവാവിനെ ഇവർ ഋഷിമാർ സന്യാസിയാവാനുള്ള ഋഷിയാവാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ട് പോയി. പിന്നീട് അവർ ആ കഥയും വിട്ടു. പിന്നൊരിക്കൽ യാദൃശ്ചികമായി അങ്ങനെ വരുമ്പോഴാണ് ഈ പുറ്റിനകത്തുനിന്ന് ഈ രാമനാമ ജപം കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ലൗകികനെ സന്യാസിയാക്കാം? അപ്പോൾ ലൗകികനായിരുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ കാലത്തെ സൂചിപ്പിക്കാനാണ് കള്ളനും കൊള്ളക്കാരനുമായിരുന്നു എന്ന് പറയുന്നു. സാർ, ഈ പുറ്റെന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? അത് പിന്നെ ആരുടെയും ബാഹ്യലോകത്തിൻ്റെ പ്രതീകമാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ ആഗ്രഹം ഇങ്ങനെ പാഞ്ഞു പോകുന്ന പല സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ഇത് അകത്തായി കഴിഞ്ഞെന്നാൽ പുറത്ത് ലോകമില്ല. അത് സൂചിപ്പിക്കാനാണ് ചിതൽപുറ്റിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഉദ്ദേശമാണ് ചിതൽപുറ്റിൻ്റെ അവതാരത്തിലെ കാവ്യാത്മകമായ വശം. ചിതൽപുറ്റിൻ്റെ അത്രയും നിസ്സാരമാണ് സംഭവം അല്ലേ ഈ ബാഹ്യ ലോകം എന്ന് പറയുന്നത്? അങ്ങനെ അർത്ഥമില്ല. അങ്ങനെ അർത്ഥമില്ല. ഇദ്ദേഹത്തിന് ബാഹ്യലോകമായിട്ടുള്ള എല്ലാ ബന്ധവും മറ്റുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിപ്പോൾ ഒരാൾ ഏതെങ്കിലും ഭാവനാത്മകമായ ഒരു രചനയിൽ പരിപൂർണമായി മുഴുകിയിരിക്കുമ്പോൾ പുറത്ത് എന്ത് നടന്നു അവരറിയില്ല. നല്ല മഴ പെയ്യായിരിക്കും, അറിയില്ല. നല്ല കാറ്റടിക്കുന്നുണ്ടാവും, അറിയില്ല. ഇങ്ങനെ ഏകാഗ്രതയിൽ പരിപൂർണമായി ആമഗ്നമാകാനുള്ള കഴിവ് നേടി എടുത്തിട്ട് പിന്നീട് ഈ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നുവിടും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കാണുന്ന ബാഹ്യമായ കാഴ്ചയ്ക്ക് അപ്പുറത്ത് അതിൻ്റെ സത്യം ഉദിച്ചു നിൽക്കുന്നത് ജ്ഞാനദൃഷ്ടിയായ ഋഷിക്ക് ബോധ്യമാകും. അതാണ് ഈ വാൽമീകത്തിലെ വാസം. പക്ഷേ ഇങ്ങനെ ഋഷിമാരായ രണ്ട് കവികളാണ് വാൽമീകിയും വ്യാസനും. ഇവർ രണ്ടുപേരും ഈ ഇതിഹാസങ്ങളുടെ ഉള്ളിൽ കഥാപാത്രങ്ങളായിട്ട് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ധർമാധർമ്മങ്ങളെപ്പറ്റി അഭിപ്രായം ഈ കാവ്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രജാപതിയായ കവി അല്ലെങ്കിൽ ഋഷിമാരായ കവി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം പോലെ വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇതിഹാസങ്ങൾക്ക് ധാരാളം ആഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും ഉണ്ടായി, പലരും മികച്ച കവികളായി. പക്ഷെ ലോകമറിയുന്ന ഈ രണ്ട് കവികൾ മാത്രമേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. ധാരാളം കവികളുണ്ടാകും. പക്ഷെ ഇവരെ ഉപജീവിച്ച കവികളല്ലേ അവരൊക്കെ? ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രം 300-ലധികം കവികളുണ്ട്. അത്തരം കവികളെ നമ്മൾ ഋഷിമാരായ കവി എന്ന് പറയുന്നില്ല. അത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കണം. ഇഷ്ടംപോലെ കവികളുണ്ട്. കവികളെ തട്ടി നടക്കാൻ വയ്യ. അങ്ങനെയാണത് നിന്നുപോയത്. ഋഷിമാരായ കവികൾ എല്ലായ്പ്പോഴും ഉണ്ടാകില്ല. അതിന് ഈ ആത്മാവിഷ്കാരം നടത്താനുള്ള സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ സത്യം ബോധ്യപ്പെട്ടിരിക്കണം. അത് 1000-ലൊരുവനായിരിക്കും. ചിലപ്പോൾ 1000 യുഗം തോറും ഉള്ളതായിരിക്കും. 1000 തന്നെ ഉണ്ടാകണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് അത്തരം കവികൾ ധാരാളം ഉണ്ടാകാത്തത്. ഇപ്പോൾ വാൽമീകിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വാൽമീകിയെ സംബന്ധിക്കുന്ന പരാമർശം 3 പുരാണങ്ങളിലേ ഉള്ളൂ. അതിലൊന്നും ഈ കഥ പറയുന്നില്ല. ഈ കാട്ടാളനായ കഥ അങ്ങനെ ഒരു കഥയേ ഇല്ല അതിനകത്ത്. ഈ കഥ അധ്യാത്മരാമായണത്തിൽ ഉണ്ടായിരുന്നതാണ്. എഴുത്തച്ഛനത് തർജ്ജമ ചെയ്ത് ചേർക്കുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എഴുത്തച്ഛന് അതിലൂടെ ഭക്തിയിലേക്ക് ആളുകളെ നയിക്കാൻ സാധിക്കും എന്ന് ധരിച്ചതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പിന്നെ രാമനാമത്തിൻ്റെ മാഹാത്മ്യം വെളിപ്പെടുത്താനും കൂടെ ഉള്ള ഒരു കഥയായിരിക്കാം അത്. രാമനാമം ജപിക്കുന്നത് ഭക്തി പെരുകുമ്പോഴാണല്ലോ. അതെ.
അങ്ങനെ കവിത രാമനെ വർണ്ണിച്ചുകൊണ്ട് കവിത ആരംഭിക്കുമ്പോൾ അതിൽ ഈ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയുടെ കാര്യമാണ് കൊണ്ടുവന്നത്. അതിൽ ഭാഷ കേൾക്കുമ്പോൾ നമുക്കറിയാം, സമുദ്ര ഇവ ഗാംഭീര്യേ. മനസ്സിലാകാത്ത പദങ്ങളൊന്നുമില്ല, മനസ്സിലാകില്ലാത്ത പദങ്ങളൊന്നുമില്ല അതിൽ. സ്ഥൈര്യേണ ഹിമവാനിവ. ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് ഉറച്ചു നിന്നാൽ സ്ഥിരമായതിൽ തന്നെ നിൽക്കും. ഇടയ്ക്ക് വെച്ച് ജനങ്ങൾ ലഹളയുണ്ടാക്കി, മന്ത്രിസഭ കലാപമുണ്ടാക്കി, അതൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല. കുലുങ്ങാതെ നിൽക്കും. അപ്പോൾ അയാളെ ഏത് സമയത്തും നിങ്ങൾക്ക് വിശ്വസിക്കാം, ഏത് പാതിരാത്രിക്കും. അപ്പോൾ ആ സ്ഥൈര്യേണ ഹിമവാനിവ സോമവത് പ്രിയദർശന. പൂർണ്ണേന്ദ്രനെ പോലെ അവരെ കാണാൻ സുഖം നൽകുന്നതാണ്. അപ്പോൾ ഇതിലൊന്നും മനസ്സിലാകില്ലാത്ത വാക്കുകളേ ഇല്ല, എല്ലാം സിമ്പിളാണ്. അതാണ് വാൽമീകിയുടെ ഭാഷയുടെ പ്രത്യേകത. ആളുകൾക്കൊരു തോന്നൽ വരാം, ലൗകിക ജീവിതത്തിൻ്റെ സാംസാരിക ദുഃഖത്തിൽ നിന്ന് അകന്ന് ദണ്ഡകാരണ്യത്തിൽ, ദണ്ഡകൻ എന്ന അസുരൻ ഭരിച്ചിരുന്ന രാജ്യമാണ് ദണ്ഡകാരണ്യം. ആ ദണ്ഡകാരണ്യത്തിൽ പോയി നിർഭയം വസിച്ചുകൊണ്ടിരുന്ന വാൽമീകി എന്തിനാണ് സാധാരണ കവികൾ ചെയ്യുന്ന പണി ചെയ്തത് എന്ന് ഒരു ധാരണ വന്നാൽ ആ ധാരണയ്ക്കുള്ള മറുപടിയാണ് ഈ മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതി സമാഹ എന്നുള്ളത് അങ്ങനെ എഴുതി ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് രാമായണത്തിനകത്ത് വരാത്തില്ല. അത് വാൽമീകി പറഞ്ഞതാണ്. ഈ പക്ഷികളിൽ ഒന്ന്, ഇണപ്പക്ഷികളിൽ ആൺപക്ഷി അമ്പേറ്റ് വീണ് പുടയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ത്തിൽ നിന്ന് അറിയാതെ വളരെ പെട്ടെന്നുണ്ടായ മാനസിക ക്ഷോഭത്തിൽ പറഞ്ഞതാണ്. തൻ്റെ വശപ്പെടുക്കാനായിട്ട് മറ്റൊരു ജീവിയെ കൊല്ലുന്ന ആ ഹിംസയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതികരണവും പിന്നെ അദ്ദേഹം കാരുണ്യത്തിലാണ് ജീവിക്കുന്നത്. അതെ. അപ്പോൾ കാരുണ്യവാനായ ഋഷിക്ക് അങ്ങനെയേ ആ സമയത്ത് വിചാരിക്കാനൊക്കൂ. അങ്ങനെ വിചാരിച്ചത് എടുത്തു പറയുന്നതിന് മറ്റൊരു കാരണമുള്ളത്, ഒരിക്കലും അദ്ദേഹം അതിനെതിരായി തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. പിന്നീടുള്ള കാലങ്ങളിൽ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കുകയും സത്യസന്ധനായിരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് ആളുകൾക്ക് നേരിട്ട് മനസ്സിലാവുകയും കൂടി വേണം. പിന്നെ ഇത് പാടി കേൾപ്പിക്കുകയും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതിലെ ഭാഷ സാധാരണ ഭാഷയായിരുന്നില്ലല്ലോ, ഇത് താളബദ്ധമായ ഒരു ഭാഷയാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചത് ആശ്രമത്തിൽ പോയി ഇരുന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് പിന്നീട് ക്രൗഞ്ചദ്വന്ദ്വവിയോഗോത്ഥ ശോകശ്ലോകത്വമാഗത. ക്രൗഞ്ചദ്വന്ദ്വത്തിൻ്റെ ഇണപക്ഷികളുടെ വധം കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ശോകാവിഷ്ടനാവുകയും അതിൽ നിന്ന് കാരുണ്യപൂർവമായ ഒരു ശാപവചസ് അറിയാതെ അദ്ദേഹത്തിൽ നിന്ന് പ്രവഹിക്കുകയും ചെയ്തു. ഇതാണ് എഴുതാനുള്ള കാരണങ്ങൾ. അപ്പോൾ അത് സാമാന്യേന അദ്ദേഹം പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സംസ്കൃതം ഇത്രയും ലളിതമായും സുന്ദരമായും അവതരിപ്പിച്ച മറ്റൊരു കവികൾ കാണത്തില്ല അല്ലേ? ഇപ്പം സംസ്കൃതം അത്രയും മറ്റാർക്കും അത്ര എഴുതാൻ സാധിച്ചിട്ടില്ല. അഷ്ടപദിയുണ്ട്, ജയദേവരുടെ അഷ്ടപദിയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രാമായണം തന്നെയാണ് കേൾക്കാൻ സുഖമുള്ള ഒരു കേൾക്കാൻ സുഖമുള്ളത് അതാണ്. പിന്നെ വലിപ്പവും അതിനാണ്. വ്യാസൻ്റെ മഹാഭാരതവും കേൾക്കാൻ സുഖമുള്ള അതാണ്. പക്ഷെ ഉള്ളിലോട്ട് കയറാൻ പ്രയാസമാണ്. കഠിനമായ വാക്കുകൾ വരും, നമുക്ക് അപരിചിതമായ വാക്കുകൾ വരും.
അപ്പോൾ വാൽമീകി എപ്പോഴും തൻ്റെ പാണ്ഡിത്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച കവിയാണ്. ആ പാണ്ഡിത്യം വേറൊരാളുടെ പുറത്ത് കെട്ടിവെക്കില്ല. വ്യാസൻ്റേത് പാണ്ഡിത്യം കെട്ടിവെക്കാൻ വേണ്ടിയിട്ടില്ല. വ്യാസന് അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങ് എഴുതി അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. വായിക്കുന്നവന് വായിക്കാം, വായിക്കേണ്ടാത്തവന് വായിക്കണ്ട. അതാണ് കാരണം. അപ്പോൾ ഇപ്രകാരം ലളിതമായാണ് ആര് കഥ പറയുന്നത്? സൂതന്മാർ കഥ പറയുന്നത്. ഇപ്പോൾ സൂതൻ്റെ അടുത്ത് വന്ന് നിന്ന ജനമേജയ രാജാവ് ജനമേജയ രാജാവിനോട് സൂതൻ ചോദിച്ചു, എങ്ങനെ പോകുന്നു യജ്ഞം? അപ്പോൾ അദ്ദേഹം യജ്ഞത്തിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ ആ യജ്ഞം അത്ര സുഖകരമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം കൂട്ടക്കൊലകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യജ്ഞത്തിൻ്റെ പേരിൽ. ഒരു വ്യക്തി അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന അതിക്രമമായിട്ടാണ് അദ്ദേഹത്തിന് അത് തോന്നിയത്. അതിനെക്കുറിച്ചൊന്നും പറയാതെ അദ്ദേഹം നേരെ തിരിഞ്ഞ്, ഞാൻ നൈമിഷാരണ്യത്തിൽ വരികയാണ്. അവിടെ നടക്കുന്ന യാഗത്തിൽ ശൗനക മഹർഷി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ കഥ കേട്ടിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. ആ കഥ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞെടുത്ത മുതലാണ് ഇദ്ദേഹം കഥ പറയാൻ ഒരുങ്ങുന്നത്. ആ കഥയാണ് പിന്നീട് വൈശമ്പായന ഉവാച എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ ഇങ്ങനെ ഈ പല കഥാപാത്രങ്ങളിലൂടെ ഈ കഥയുടെ ചുരുള അഴിഞ്ഞു വരുന്നതിൻ്റെ മനോഹാരിത, അത് വേർപെടുത്തി നോക്കുമ്പോഴാണ് ഇത് ഇത്രയേറെ സങ്കീർണമായി രചിച്ചു വച്ചതിലെ രചനാ വൈഭവത്തിൻ്റെ രത്നവത്വം, രചനാ വൈഭവത്തിൻ്റെ അനനുകാര്യത നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ മാത്രമാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് കഥ പറഞ്ഞ് ഇപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് ഈ സ്വർഗാരോഹണ പർവ്വത്തിലാണ്. മൗസല പർവ്വത്തിൻ്റെ അന്ത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളുണ്ടാകും. അതിലൊന്ന്, കൃഷ്ണന് മുമ്പേ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ചൈതന്യം ഒരു പാമ്പിൻ്റെ രൂപത്തിൽ ഇറങ്ങി ശ്വേതദ്വീപിലേക്ക് പോകുന്നത് കണ്ടു എന്നാണ്. ബലരാമൻ്റെ അത് ഈ അനന്തനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അനന്തൻ്റെ അവതാരമാണെന്ന് വേണമെങ്കിലും അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അർത്ഥമെടുക്കാം. അത് കഴിഞ്ഞ് വ്യാകുലതകളില്ലാതെ സ്വന്തം ശരീരത്തെ ഇവിടെ ത്യജിച്ച് കടന്നുപോയ ഭഗവാന്റെ കാര്യമാണ്. ബഭ്രുവിനെ വിളിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ബഭ്രു അദ്ദേഹത്തിൻ്റെ അനിയനാണ്. ബഭ്രുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദ്വാരക ഉടനെ കടലിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് നീ എത്രയും വേഗം ചെന്ന് അർജുനനോട് വന്ന് നമ്മുടെ കുലസ്ത്രീകളെ... സാർ, ഈ ബഭ്രു പിന്നെ ദേവകിയുടെ പുത്രനല്ല? അല്ല. അയാൾ തേരോടിച്ച് ഹസ്തിനപുരിയിൽ ചെന്ന് വിവരങ്ങൾ ധരിപ്പിച്ചു. ഒന്നിച്ചവരെ മടങ്ങുകയും ചെയ്തു. മടങ്ങി ഇവിടെ എത്തിയപ്പോഴേക്കും ദ്വാരക മിക്കവാറും മുങ്ങിക്കഴിഞ്ഞു. കൃഷ്ണനെ വേടൻ അമ്പ് ചെയ്ത് കൊല്ലുകയും ചെയ്തു. അമ്പ് ചെയ്തതിലെ ഒരു വിഷമം അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് ധ്വനിപ്പിക്കാനാണ് അയാൾ വന്ന് മാപ്പ് പറയുന്നത്. അയാളുടെ പേര് ജര എന്നാണ് പേര്. ഈ സാർ, അത് ഈ രാമായണത്തിലെ ഈ ബാലിയാണ് ഈ ജരയായിട്ട് അവതാരം എടുത്ത് ഒരു പദത്തിൽ അങ്ങനെ പിന്നീട് കൂട്ടി യോജിപ്പിച്ചാണ്. അത് മഹാഭാരതത്തിലില്ല. ഒളിച്ചു നിന്ന് കൊന്നതിന്.
അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം മരത്തിൻ്റെ മറവിൽ ഇങ്ങനെ കിടന്ന് കാല് മാത്രം കണ്ടപ്പോൾ പിന്നെ ഈ കലമാനിൻ്റെ വയറിൻ്റെ ഭാഗമാണ് എന്ന് കാലിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണ വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ എയ്ത് പിടിച്ചാൽ 2 or 3 ദിവസത്തേക്കുള്ള അഷ്ടിയായി. അങ്ങനെയാണ് ഈ അമ്പ ചെയ്യുന്നത്. പിന്നെ ജരാസന്ധനെ കൊല്ലുന്നത്, ജരാസന്ധൻ അതിനെ കൊല്ലുന്നത് ഈ പെരുവിരലിൽ ഭീമനാണ്. പെരുവിരലിലെ നോക്കിയാണ് അമ്പ ചെയ്തെന്നാണ് പറയുന്നത്. അല്ല, ഇത് കാൽപാദത്തിലാണ്. കാൽപാദമാണ്. കാൽപാദം കണ്ടിട്ട് മാനിൻ്റെ വയറിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ച് മുഴുവൻ കാണുന്നില്ലല്ലോ. നേരെ ചെല്ലാനും പാടില്ല. നേരെ ചെല്ലുമ്പോൾ മാൻ ഓടിക്കളഞ്ഞാൽ പിന്നെ പിടിക്കാൻ ഒക്കില്ലല്ലോ. അതുകൊണ്ട് എയ്ത് കഴിഞ്ഞിട്ടാണ്, ഇത് കഴിഞ്ഞ് മാനിനെ എടുക്കാനാണ് ചെല്ലുന്നത്. ചെന്ന് നോക്കുമ്പോൾ ഭഗവാനാണ്. ഭഗവാൻ ഒരു കാരണം ഉണ്ടാക്കി എന്നുള്ളത് അത്ര അല്ലാണ്ട് ഈ ഒരു കൊണ്ട് അത് ബാലിയുടെ കഥയുമായിട്ട് പിന്നീട് കൂട്ടി യോജിപ്പിച്ച ആളുകൾ പറഞ്ഞു പോകുന്നു. എന്ന് വെച്ച് മഹാഭാരതത്തിൽ അതൊട്ടില്ല. ഇല്ല, അങ്ങനെ പറയുന്നില്ല. ഇല്ല, അത് മഹാഭാരതത്തെ ആസ്പദമാക്കി രേഖപ്പെടുത്താത്ത ഒരുപാട് കഥകൾ ഭാരതത്തിൽ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അക്കൂട്ടത്തിലൊരെണ്ണം ആരോ കയറ്റി അങ്ങ് പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ജരാസന്ധനെ കൊല്ലുന്നത് യഥാർത്ഥത്തിൽ ഭഗവാനല്ല, ഭീമനാണ്. ബാലിയെ കൊല്ലുന്നത് എങ്ങനെ കൊല്ലണം എന്നുള്ളത് കൊല്ലാൻ ആഗ്രഹിക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ പന്ത് കളിക്കുമ്പോൾ പന്ത് തട്ടിക്കൊണ്ട് ഓടുന്നവനാണ് ആ പന്ത് ഏത് ഭാഗത്തേക്ക് അടിക്കണം തീരുമാനിക്കുന്നത്. അതായത് ഇവിടെ ഇരുന്ന് കളി കാണും, കാഴ്ചക്കാരുന്നുണ്ട്, അടിയടാ, അവൻ്റെ ആവേശം കൊണ്ട്. അതുകൊണ്ടും ഗുണമുണ്ട്. അവിടെ നിന്ന് വീഴാനത് ഉപകാരമാകും ആയിരിക്കുന്ന ഗാലറിയിൽ നിന്ന്. അതാണ് ആ ആവേശം കൊണ്ടുള്ള മറ്റൊരു ഗുണം. അപ്പോൾ കളി കാണാൻ പോയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും അവിടെ നിന്ന് ഈ ആവേശികളെല്ലാം പോകുന്നത്. അത് ഭഗവാൻ തീരുമാനിക്കുകയും ഇയാളിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തോളൂ, യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ അവനെ കൊല്ലാം എന്നാണ് പറയുന്നത്. അല്ലാതെ അങ്ങനെ വേറെ ആൾ ചെന്ന് കൊല്ലുന്നത് ശരിയല്ലല്ലോ. ഇത് ഈ ബാലിക്ക് നേരെ വന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ബാലി എതിരായിട്ടുള്ള ആളിന്റെ അതാണ് പകുതി ശക്തി അയാൾക്ക് കിട്ടിയിട്ടുള്ള ആളാണ്. അത് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാം. അല്ലാതെ തന്നെയും ഭഗവാനാൽ കൊല്ലപ്പെടരുതെന്ന് വരോ അയാൾ വാങ്ങുക തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരം ധാരാളം വരങ്ങൾ സുഗ്രീവനും ഉണ്ട്. അല്ലാണ്ട് സുഗ്രീവന് വിലക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. ഈ സുഗ്രീവൻ്റെ പകുതി വിലവും കൂടി ബാലിക്ക് കിട്ടും. പിന്നെ അദ്ദേഹം ദേവേന്ദ്രൻ്റെ പുത്രനാണ്, ഇദ്ദേഹം സൂര്യൻ്റെ പുത്രനാണ്. അപ്പോൾ അതെല്ലാം ഈ കഥയുടെ നാം ഭാവന കൊണ്ട് പൂരിപ്പിച്ചെടുക്കേണ്ടുന്ന കാര്യമാണ്. നമുക്ക് എങ്ങനെ വേണേൽ അങ്ങനെ ഭാവന ചെയ്യാം. അല്ല, ഈ എങ്ങനെ വേണേൽ ഭാവന ചെയ്യാനൊക്കെ ഇല്ല. ഇപ്പോൾ സീത രാമൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ ഭാവന ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഭാവന പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് അത്തരം അർത്ഥസ്ഥലികൾ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് മറ്റ് ഈ തുറന്നു പറഞ്ഞിരിക്കുന്ന വാക്കുകളെയും ആശയങ്ങളെയും ഭാവനകളെയും ആസ്പദമാക്കി നമുക്കത് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഔട്ട്ലൈനാണ് ഈ പറഞ്ഞു പോകുന്നത്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഭാവന കൊണ്ട് ഇത് ഒക്കുന്ന തരത്തിൽ കൂട്ടിച്ചേർക്കാം, ഔചിത്യപൂർണമായിട്ട് കൂട്ടിച്ചേർക്കാം. തോന്നുന്നത് പോലെ കൂട്ടിച്ചേർക്കുകയല്ല, ഔചിത്യപൂർണമായിരിക്കണം. അതിൻ്റെ കലാസൗഭാഗ്യത്തിന് നഷ്ടം വരാൻ പാടില്ല. കവിയുടെ ദർശനം അതിൽ മാഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഭാവനയ്ക്ക് തമ്മിലും പൊരുത്തം വേണം.
മൂലകഥയുമായിട്ട് ബന്ധം വേണം. ബന്ധപ്പെടുത്തണം. ഇപ്പം ശാരദ പൂരിപ്പിച്ചു. രണ്ടാം ഭാഗം, സി അന്തപ്പായി, ഏത് പായിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സി എ പായി ഒരു കാശിനും കൂടുതലില്ലാത്ത ഒരു സാധനമാണ് ശാരദ രണ്ടാം ഭാഗം. ശാരദ ഒന്നാം ഭാഗത്തിൻ്റെ കാര്യം തന്നെ കഷ്ടപുഷ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എല്ലാവരും അത് വലിയ കൃതിയാണെന്ന് പറയുന്നു. വലിയ കൃതി ആയിക്കോട്ടെ. ആദ്യകാല കൃതികൾ എന്നുള്ള അത് അദ്ദേഹം പൂരിപ്പിച്ചു വന്നപ്പോൾ അദ്ദേഹം പൂരിപ്പിച്ചു വന്നതുകൊണ്ട് ഞങ്ങൾ വായിക്കില്ല എന്നുള്ള നിലയിലായി വായനക്കാർ. അന്നത്തെ ഒരു ചെറിയ വായനക്കാരനും മറ്റു പല സാഹിത്യകാരന്മാരോടൊക്കെ ബന്ധമുള്ള ആളും എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒന്ന് എഴുതിയാൽ കൊള്ളാമല്ലോ എന്നിങ്ങനെ എപ്പോഴും കൂടെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളോടൊക്കെ പറയും. സാഹിത്യകാരന്മാരുടെ കൂട്ടിൽ ഉള്ളൊരാളാണ് അദ്ദേഹം. അപ്പോൾ ഇത് ശാരദ രണ്ടാം ഭാഗം എഴുതി അതോടുകൂടി ഇവൻ്റെ ഒടുക്കം വെച്ച് പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് ശരി എന്നാൽ പിന്നെ കാരണം പറഞ്ഞതുകൊണ്ട് എഴുതാതിരിക്കാൻ പോകുന്നില്ല. അവൻ എഴുതിയ അടങ്ങും. എഴുതരുത് കേട്ടോ, അതുപോലൊരു അബദ്ധം പറയുകയാണില്ല എന്ന് പറയാതെ അവനെ കൊണ്ട് എഴുതിച്ച അവനെ നാറ്റിച്ചു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ അങ്ങനെ ഈ അന്തസ്പായി അദ്ദേഹം അത് പൂരിപ്പിച്ചതുപോലെ നമ്മൾ പൂരിപ്പിക്കരുത്. അപ്പോൾ ഈ പൂരിപ്പിക്കുന്നതിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്നർത്ഥം. ഈ ചുരുക്കുന്ന പോലെയാണ്. സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തരുത്. പ്രസ് റൈറ്റിങ്ങിൽ അത് 3/1 ചുരുക്കണം. 3/1 ചുരുക്കി 300 വാക്കാണ് കൊടുത്തിരിക്കുന്നത്. 300 വാക്കുള്ളൊരു പാസലാണ് കൊടുത്തിരിക്കുന്നത്. അത് 3/1 ചുരുക്കുമ്പോൾ ഇത്രയാണ് വേണ്ടത്. 30 ഇതല്ലേ വേണ്ടത് 3/1 ആകുമ്പോൾ. അല്ലെങ്കിൽ വായിക്കാതെ 3/1 ചുരുക്കുന്നവരുണ്ട്. ഉണ്ട്. അപ്പോൾ ചുരുക്കി വന്നപ്പോൾ ആകെ 300 വാക്കേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ ചുരുക്കി വന്നപ്പോൾ 600 വാക്കായി. പ്രസ് റൈറ്റിങ്ങിലെ ചുരുക്കലുണ്ട്. അപ്പോൾ എങ്ങനെ ചുരുക്കാം? അങ്ങനെ ചുരുക്കുമ്പോൾ ഇത് മൂലകൃതിയുമായിട്ട് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? മൂലകൃതിക്ക് നാം ഈ എഴുതി വച്ചിരിക്കുന്ന മരങ്ങോടൻ സാധനത്തിൻ്റെ സാമീപ്യം കൊണ്ട് മറ്റേ മൂലകഥാകാരന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം ചുരുക്കാൻ. അപ്പോൾ പ്രധാനമായ ആശയങ്ങൾ ചോർന്നു പോകാതെയും ഭാവന ചോർന്നു പോകാതെയുമാണ് അത് ചുരുക്കേണ്ടത്. അങ്ങനെ ചുരുക്കാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ അങ്ങനെ ചുരുക്കിയതാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതം മഹാഭാരതം കിളിപ്പാട്ട്. ചുരുക്കി വ്യാസനെ ആ പ്രദേശത്തങ്ങ് നിർത്താതെ അദ്ദേഹം ചുരുക്കികളെ. അതിനു മുമ്പ് തന്നെ അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് ഇത് ചുരുക്കിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ചുരുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവിടെ ജര എന്ന് തന്നെയാണ് അർത്ഥം. ജരയും നരയും എന്നുള്ളതിൽ ജര അതാണ്. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ പുറമേ കാണുന്നത് പോലെയല്ല ആളിനെ പ്രായം ബാധിച്ചിരിക്കുന്നു എന്ന വസ്തുത. അപ്പോൾ ഭഗവാൻ വയസ്സിൽ എന്ന് മരിച്ചു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. പ്രായമുണ്ട്. 71, 72, 73 എന്നൊക്കെ ഇങ്ങനെ ലേലം വിളിച്ചാണ് അത് ഉറപ്പിച്ചിരിക്കുന്നത്. യുദ്ധം ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ കുറിച്ചുള്ള പണ്ഡിതന്മാർ തമ്മിലുള്ള തർക്കത്തിൽ കാലം നിർണയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. 120 അവസാനം മരിക്കും അല്ലേ? 120 എന്നുള്ളത് ദശാകാലങ്ങൾ മുഴുവനും അനുഭവിച്ചിട്ട് മരിച്ചാൽ 120 ആകും. അങ്ങനെ വാദിക്കുന്നവരുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ശരീരത്തിൽ ജര ബാധിച്ചു എന്നുള്ള അതിൻ്റെ മരണക്കുറിപ്പുകൾ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു.
ആ മരണക്കുറിപ്പുകളാണ് ഇവൻ ചെല്ലുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിൽ. സന്തോഷത്തോടുകൂടി അദ്ദേഹം പോവുകയും ചെയ്തു. തനിക്ക് പിന്നെ കർമ്മങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോക്കിൽ ദുഃഖവുമില്ല. ഈ നാരായണൻ പോയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അർജുനന്റെ ഗാന്ധീവത്തിന് ശക്തിയില്ലാതായി പോയത്. അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ നേരിട്ട് പറയുന്നില്ല, അങ്ങനെ നമുക്ക് തോന്നത്തക്ക വിധത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് വ്യാസൻ എന്നേ ഉള്ളൂ. നമുക്കങ്ങനെ തോന്നും. അങ്ങനെ തോന്നത്തക്ക അല്ല, അർജുനൻ വിചാരിച്ചു എൻ്റെ സർവ്വശക്തിയും ഭഗവാനാണെന്ന്. അപ്പോൾ ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ശക്തി പോയി എന്ന് തന്നെയാണ് അർത്ഥം.